ഒത്തിരി സന്തോഷത്തോടും ബഹുമാനത്തോടും കൂടെയാണ് ഈ ആലയത്തിൽ നിൽക്കുക. ബഹുമാനപ്പെട്ട പട്ടത്തച്ഛൻ ഡയറക്ടർ അച്ഛനും അച്ഛൻ്റെ കൂടെയുള്ള എല്ലാ പ്രിയപ്പെട്ട വൈദികരുടെയും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയുള്ള പ്രാർത്ഥനയും ക്ഷണവുമൊക്കെയാണ് ഇന്ന് ഈ അൽത്താരയിൽ ഈ സ്ഥലത്ത് നിൽക്കുവാൻ കാരണമായത്. ദൈവമാണ് അങ്ങനെ ഒരു അവസരം ഒരുക്കിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ യോഗ്യതയിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു ദാസൻ എന്ന നിലയിൽ ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ദൈവവചനം പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മളിന്ന് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ആ വചനത്തിലൂടെ നമ്മളൊന്ന് പാടി പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ഇന്നത്തെ ശുശ്രൂഷ ഒരു അനുഗ്രഹമാകണം. ഹല്ലേലൂയ. ദൈവകൃപയിൽ നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി സന്തോഷത്തോടെ കാണുന്നു, ബഹുമാനത്തോടെ കാണുന്നു. നിങ്ങൾക്ക് നല്ലൊരു ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഇന്നിവിടുന്ന് പോകുമ്പോൾ ഈ ഒരു കാര്യം പറയാനിടയാകട്ടെ: സർവശക്തനാൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയാൻ ഇടവരട്ടെ. കൺവെൻഷൻ്റെ ആദ്യ ദിവസമാണ്. ഇതിനേക്കാൾ നല്ല ദിവസങ്ങളാണ് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ. എന്നേക്കാൾ ശക്തരായവരും അഭിഷേകമുള്ളവരും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഈ ആലയത്തിൽ, ഈ സ്ഥലത്ത് വചനം പ്രഘോഷിക്കും. അത് നിങ്ങൾക്ക് ഇന്നത്തേതിനേക്കാൾ കൂടുതൽ അനുഗ്രഹമായിരിക്കും, ഇന്നത്തേക്കാൾ കൂടുതൽ നന്മയുമായിരിക്കും. നല്ലൊരു തുടക്കമിടാൻ എനിക്കൊരവസരം നൽകി ഈ ഒരു സമയത്ത് ഞാൻ ദൈവത്തോടും എല്ലാവരോടും നന്ദി പറയുന്നു. ഒരു വിശുദ്ധ ഗ്രന്ഥം, ഒരു വചനം എടുക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. ഈ വചനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ വചനം ശ്രദ്ധിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കും ഈ വചനത്തിലൂടെ. എന്തെന്നറിയാമോ? 8-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൻ്റെ ഹെഡിങ് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. അതിനിന്ന് നമ്മൾ അറിയുന്ന ആർക്കും ഈ രോഗമില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനിത് വായിക്കണം, എന്തിനിത് പ്രസംഗിക്കണം? പക്ഷേ ഇവിടെ കാണുന്നൊരു പ്രത്യേകത, ആരും തൊടാൻ ഇഷ്ടപ്പെടാത്തൊരാളെ യേശു കൈ നീട്ടി തൊട്ടു എന്നാണ്. ആ രോഗം എനിക്കില്ലായിരിക്കാം, പക്ഷെ ഇതുപോലൊരു തൊടൽ ഈ ആദ്യ ദിവസം എനിക്ക് കിട്ടണം. ഹല്ലേലൂയ. ആരെങ്കിലുമൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ അവഗണിക്കപ്പെട്ടിട്ടുണ്ടോയെന്ന്? ദൈവം ഒരിക്കലും, യേശു ഒരിക്കലും ഒരാളെയും മാറ്റി നിർത്തില്ല കേട്ടോ, അവഗണിക്കില്ല. ആ ഒരു വലിയ സ്നേഹത്തിൻ്റെ ഒരു തണലിലും കൂടാരത്തിലും വന്ന് കയറിയിരിക്കുന്നത്. ആ വചനം ഞാനൊന്ന് വായിക്കാം. യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അവിടെ എഴുതിയിട്ടുണ്ട് ജനക്കൂട്ടം എന്നല്ല, വലിയൊരു ജനക്കൂട്ടം. അതൊരു വിശേഷണമായി കൊടുത്തിരിക്കുന്ന വാക്കാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ആളുണ്ടായിരിക്കാമെന്ന്. വലിയൊരു ജനക്കൂട്ടം എന്നാണ്. ഇപ്പോൾ ഈ ആലയത്തിലുള്ളവരെ നോക്കി വലിയൊരു ജനക്കൂട്ടം എന്ന് ഞാൻ പറയില്ലായിരിക്കാം. ധാരാളം ജനങ്ങൾ ഉണ്ട്. വലിയൊരു ജനക്കൂട്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവ് ഒരുപാട് ദൂരമാണ്. വലിയൊരു ജനക്കൂട്ടം അവിടെ വന്ന് ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി, അടുത്ത വാക്കെന്നാ നോക്കിക്കേ, ഗൗരവമുള്ളൊരു വാക്കാണ്. ഒരു കുഷ്ഠരോഗി, ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചേ, അടുത്തു വന്നു. ഒരു കുഷ്ഠരോഗി അടുത്തു വന്നു. കുഷ്ഠരോഗിനെ ഒന്നും 7 അയൽവക്കത്ത് അടുപ്പിക്കത്തില്ലായിരുന്നു. ചിലർ പറയില്ലേ, ആ ഗേറ്റിന്റെ അപ്പുറത്ത് പോലും അയാളെ നിർത്തരുത്, പറഞ്ഞു വിട്. ആ അടിച്ചു വേലിക്കാത്തൊന്നും അവരെ കയറ്റരുത്. 7 അയൽവക്കത്ത് പോലും നിർത്താൻ പറ്റില്ല കുഷ്ഠരോഗികൾ. അങ്ങ് മാറ്റി നിർത്തുന്ന ദുർഗന്ധം മൂക്കുപൊത്തിക്കൊണ്ട് ആൾക്കാർ ഓടും. കൈകാലുകൾ രോഗം വന്ന് മുറിഞ്ഞു മുറിഞ്ഞ് ചീഞ്ഞ് ഇല്ലാതാകുന്ന അവസ്ഥ. അങ്ങനെ വലിയൊരു രോഗമുള്ള ഒരു മനുഷ്യൻ
എവിടെ വന്നു? യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. അവിടെയാണ് ജീവിതത്തിൻ്റെ വഴിത്തിരിവ്. അപ്പം നിങ്ങൾ ഇരിക്കുന്നത് എവിടെയോ അല്ല, യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിലാണ്. ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളെ വിഷമിപ്പിക്കുന്ന പ്രശ്നം എന്താണെന്ന് ജനക്കൂട്ടത്തിന് അറിയില്ലെങ്കിലും യേശുവിനറിയാം. യേശുവിനറിയാം. ഹല്ലേലൂയ. അപ്പൊ അടുത്ത വാക്ക് എഴുതിയിരിക്കുകയാണ്, താണു വണങ്ങി. ഇനി വണങ്ങാനൊന്നുമില്ല, അതിനേക്കാൾ രോഗം ആൾക്കാരൊക്കെ ഓടിച്ചു വിടുന്നയാളാ. എന്നിട്ടും താണു വണങ്ങി പറഞ്ഞു. എന്താ പറഞ്ഞത്? അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്തുവാൻ കഴിയും. എന്തുണ്ടെങ്കിൽ? അപ്പോൾ എന്തിനാണ് ആ വാക്ക് എഴുതിയിരിക്കുന്നത് മനസ്സുണ്ടെങ്കിൽ എന്ന്? ഇങ്ങനെ ഒരു രോഗാവസ്ഥയിലുള്ള ഒരു വ്യക്തിയെ ദൂരെ നിന്ന് കാണാൻ പോലും ആർക്കും മനസ്സിൽ ഇഷ്ടമല്ല. അപ്പോൾ അതേ സ്ഥലത്തും സാഹചര്യവും മനസ്സിൽ കണ്ടിട്ട് ഈ കുഷ്ഠരോഗി ചോദിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനെ തുടർന്നൊന്നും പറഞ്ഞില്ല, എന്നെ ശുദ്ധനാക്കാൻ കഴിയും. നിങ്ങൾ പ്രാർത്ഥിച്ചു എന്ന്. നിങ്ങൾ ഈ ആലയത്തിലേക്ക് പല കാര്യങ്ങളും ക്രമീകരിച്ച് ഈ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഈ ആലയത്തിലേക്ക് കയറി വന്നത്, ദൈവമേ അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ രോഗം മാത്രമല്ല, എൻ്റെ കണ്ണുനീർ, ഞാൻ അനുഭവിക്കുന്ന വലിയ വലിയ പ്രതിസന്ധികൾ, വലിയ വലിയ വെല്ലുവിളികൾ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ, അങ്ങയ്ക്ക് കഴിയുമെങ്കിൽ. എന്താ യേശു ഉത്തരം പറഞ്ഞെന്ന് നമുക്ക് കേട്ട് വായിച്ചേ. 4-ാമത്തെ വാക്യം, യേശു കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അവനെ തൊട്ടു. അങ്ങനെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് ഇതേ ദൈവം നിങ്ങളെ തൊടും. ഇതേ യേശു നിങ്ങളെ കൈ നീട്ടി തൊടുമെന്ന്. രോഗത്തെ മാത്രമല്ല, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം പലരും നോക്കിയിട്ടും പരിഹരിക്കാൻ കഴിയുന്നില്ല, യേശു അതെ തൊടും. യേശു തൊടുന്ന സമയത്തിന്റെ പേരാണ് സൗഖ്യത്തിന്റെ സമയം, വിടുതലിന്റെ സമയം, അനുഗ്രഹത്തിന്റെ സമയം, വഴിത്തിരിവിന്റെ സമയം. ഹല്ലേലൂയ. മനുഷ്യര് തൊട്ടാ തീരുന്ന പ്രശ്നമല്ല ഇത്. ഇതേതെങ്കിലും ഒരു നേതാക്കന്മാർ തൊട്ടാ തീരുന്ന പ്രശ്നമല്ല. ഇത് ദൈവം തന്നെ തൊടുമ്പോഴാണ് ഈ വിടുതൽ സംഭവിക്കുന്നത്. യേശു കൈ നീട്ടി. അപ്പോൾ എത്ര ദൂരത്തായിരുന്നു യേശുവും ഈ രോഗിയും ഉള്ളത്? കൈ നീട്ടിയാൽ തൊടാൻ കഴിയത്തക്ക അത്രയും അടുത്ത്. കുഷ്ഠരോഗിയുടെ അടുത്തൊന്നും ആരും നിൽക്കാൻ ഇഷ്ടപ്പെടില്ല, ഭയങ്കര ദുർഗന്ധമാണ്. പിന്നെ കാണുമ്പോൾ തന്നെ അത് മനസ്സിന് പലർക്കും ഇഷ്ടക്കേടുണ്ടാക്കും, അതുകൊണ്ട് മാറിപ്പോകും. യേശു അവന്റെ അടുത്ത് വന്ന് നിന്നു. എന്നിട്ട് ദൂരെ നിന്ന് സുഖമാകട്ടെ എന്നല്ല, കൈ നീട്ടി അവനെ തൊട്ടു. നിങ്ങൾ എല്ലാവരും മനസ്സുകൊണ്ട് വിശ്വസിക്കണം, യേശു എന്നെ തൊടുമെന്ന്. യേശു എന്റെ കുടുംബത്തെ തൊടും. എവിടെയോ നിന്നല്ല, എന്റെ മുമ്പിൽ നിന്ന്, എന്റെ കൈയെത്തുന്ന ദൂരത്ത് ദൈവ സാന്നിധ്യമുണ്ട്. അതാണ് ഈ വചനം നിങ്ങളുടെ ചെവികളിൽ മുഴങ്ങാൻ കാരണം. യേശുവിന്റെ സാന്നിധ്യമുണ്ട്. നിന്റെ കുടുംബ പ്രശ്നം യേശുവിന്റെ മുമ്പിൽ ഇന്ന് കൊണ്ടുവരണം. നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എവിടെയേലും വെച്ച് കാര്യമില്ല, അത് യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവരണം. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, മനസ്സുണ്ടെങ്കിൽ എൻ്റെ ഈ കാര്യത്തിൽ ഇടണം. യേശു കൈ നീട്ടും. യേശു കൈ നീട്ടി അതിൽ തൊടും. അതിന്മേൽ സംഭവിക്കുന്നത് വിടുതലാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് വിശ്വസിച്ചേറ്റെടുത്താൽ ഇതെന്റെ അനുഭവമായിരിക്കും. ഇത് വിശ്വസിച്ചേറ്റെടുക്കാൻ ഇതൊരു ഭാഷനായി കേട്ടിട്ട് കാര്യമില്ല. ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത്, ദൈവവചനം പ്രസംഗിക്കുന്നത് നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ, ഒരു വീട് കിട്ടാൻ വേണ്ടി മാത്രമല്ല. ജോലി കിട്ടാനും വീട് കിട്ടാനും മാത്രം വചനം പ്രസംഗിക്കുന്ന കാലമാണിത്. ഞാൻ പ്രസംഗിക്കുന്നത് ജോലി കിട്ടാൻ, വീട് ശരിയാകാൻ, ആ പരീക്ഷ പാസ്സാകാൻ വേണ്ടി മാത്രമല്ല. യേശു വചനം പ്രസംഗിക്കാൻ പറഞ്ഞത് ഒറ്റ നിയോഗത്തിന് വേണ്ടിയിട്ടാണ്. മാനസാന്തരപ്പെടണം, അതാണ് എൻ്റെ നിയോഗം. അതിന്റെ ചുവടെ എല്ലാം വന്ന് കയറിക്കൊള്ളും. ഞാൻ വചനം പ്രസംഗിക്കുമ്പോൾ ഒരു നിയോഗം, നിങ്ങൾ ആരും നശിച്ചു പോകരുത്, നിങ്ങളുടെ കുടുംബം തകർന്നു പോകരുതെന്ന്. നിങ്ങൾക്ക് നിത്യരക്ഷ കിട്ടണം,
നിങ്ങളുടെ ആത്മാവ് സ്വർഗത്തിൽ എത്തണം. ഇതൊക്കെ ഒരു നിയോഗമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. എന്നാൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. യേശു കൈ നീട്ടി തൊട്ടതിന് ശേഷമാണോ ആ വ്യക്തി സൗഖ്യമായത്, ജീവിതം മാറിയത്, അതോ തൊടുന്നതിന് മുമ്പാണോ? യേശു തൊട്ടതിന് ശേഷമാണ് ജീവിതം മാറിയത്, ആണോ? അങ്ങനെയാണ്. ഒരു കാര്യം കേട്ടെ, ഏതവസ്ഥയിലാ തൊട്ടത്? ആ ഏതവസ്ഥയിലാണോ ദുർഗന്ധമുള്ള, രോഗമുള്ള, ശരീരമാകെ വേദന നൽകിക്കൊണ്ടിരിക്കുന്ന, ചെയ്യാൻ തുടങ്ങിയ കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗം വന്ന് വന്ന് കൈവിരലുകൾ അറ്ററ്ററ്റു പോകും, ദ്രവിച്ച് ഇല്ലാതാകും. ആ അവസ്ഥയിൽ നിന്നോ അതേ അവസ്ഥയിലാ തൊട്ടത്. അങ്ങനെങ്കിൽ ഒരു മദ്യപാനി എന്ന നിലയിലായിരിക്കും. ഞാൻ ഒരു മദ്യപാനിയാണല്ലോ, ദൈവമേ എന്നെ ദൈവം തൊടുവോ? നിന്നെ ആയിരിക്കും ദൈവം ഇന്ന് ആദ്യം തൊടുന്നത്. എനിക്ക് വലിയ പ്രാർത്ഥനയൊന്നും ഇല്ലാത്ത ആളാണല്ലോ, ദൈവം എന്നെ ഉപേക്ഷിക്കുമോ? ദൈവം എന്നെ ശ്രദ്ധിക്കുമോ? നിന്നെ ആയിരിക്കും ദൈവം ഇന്ന് ആദ്യം കാണുന്നത്. ദൈവം നിന്നെ ആയിരിക്കും ആദ്യം ശ്രദ്ധിക്കുന്നത്. അത്രയും ജനക്കൂട്ടം ഉണ്ടായിട്ട് ആദ്യം ശ്രദ്ധിച്ചത് രോഗിയെയാണ്, ഈ വ്യക്തിയാണ്. ഒരാളെ പോലും ദൈവം മാറ്റി നിർത്തില്ല. ഒരാളെ പോലും ദൈവം മാറ്റി നിർത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് മുമ്പേ പാട്ടുകാരൻ പാടിയത്, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവമാണ് എൻ്റെ ദൈവം എന്നാ പാടിയത്. ഹല്ലേലൂയ. ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് യാഥാർത്ഥ്യമാകും. നാളെ ഇതെന്റെ സാക്ഷ്യമാണ്. ഇതുപോലെ ഒരു 8-ാം അധ്യായത്തിന്റെ 4 വാക്യങ്ങൾ ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതും. വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യമാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ 4 വാക്യങ്ങൾ എൻ്റെ ഡയറിയിൽ ഞാൻ എഴുതും. എന്നെ ദൈവം തൊട്ട വിഷയം, എൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെട്ടത്. ഞാൻ ഇനി പറയുന്നൊരു വാക്ക് മറക്കരുത്. കുഷ്ഠരോഗി ആയിരിക്കുന്ന അതേ ആ അവസ്ഥയിൽ തന്നെയാ ദൈവം തൊട്ടത്. തൊട്ടതിന് ശേഷമാണ് അവസ്ഥയ്ക്ക് മാറ്റം വന്നത്. ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ഇന്നും ഇതുപോലെ തന്നെ ആയിരിക്കും. ഇതുപോലെ എന്തോ ഒരു കാര്യം ദൈവം നിങ്ങളിൽ ഇന്ന് ചെയ്യും. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കുഷ്ഠരോഗം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അവന്റെ ശരീരത്തെ നശിപ്പിക്കുന്ന ഒന്ന് അവന്റെ ശരീരത്തിലുണ്ട്. ഇപ്പം അതാ വിട്ടുപോയത്. ഒന്നും കൂടെ പറയാം. അവന്റെ ശരീരത്തെ തന്നെ നശിപ്പിക്കുന്ന ഒന്ന് ഇപ്പോൾ യേശു തൊട്ടപ്പോൾ അവനെ വിട്ടുപോയി. നിങ്ങളെ തന്നെ നശിപ്പിക്കുന്ന എന്തേലും നിങ്ങളുടെ അകത്തുണ്ടോ? ഈ ആദ്യ ദിവസം, കൺവെൻഷന്റെ ദിവസം നമ്മൾ ശരിക്കും പ്രാർത്ഥിച്ചാൽ അത് നമ്മളെ വിട്ടുപോകും. നമ്മളെ നശിപ്പിക്കുന്ന ചിലത്, നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന ചിലത്, നമ്മുടെ ഭാവിയെ നശിപ്പിക്കുന്ന ചിലത്, നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന ചിലത്, നമ്മുടെ കുടുംബ ജീവിതത്തെ നശിപ്പിക്കുന്ന എന്തൊക്കെയോ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി കളയുന്ന എന്തൊക്കെയോ എവിടെയൊക്കെയോ ഉണ്ട്. നമ്മളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളെ വിട്ടുപോകും. നമ്മൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ഇതുപോലെ ഒരു തൊടൽ അനുഭവിക്കാൻ ഒന്ന് പ്രാർത്ഥിക്കണം. സമൂഹം ഒറ്റപ്പെടുത്തിയവനാ കുഷ്ഠരോഗി. പക്ഷെ യേശു അവനെ ഒറ്റപ്പെടുത്തിയില്ല. സമൂഹം എഴുതി തള്ളിയവനാണ് കുഷ്ഠരോഗി. യേശു അവനെ മാറ്റി നിർത്തിയില്ല. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് നല്ലൊരു ഗാനം പാടി പ്രാർത്ഥിക്കുകയാണ്. ഇത് പാടുമ്പോൾ കേവലം ഒരു പാട്ട്, കേവലം ഒരു കയ്യടി അത് മാത്രമല്ല. ഈ പാടുന്ന സമയം പ്രാർത്ഥനയാണ്. അത് ദൈവം എന്നെ തൊടുന്ന സമയം. ഈ പാട്ടിലൂടെ ദൈവം എന്നെ തൊടും. ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളെ തൊടും. യേശു നിങ്ങളെ തൊടാൻ ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഇവിടെ വന്ന് കയറില്ലായിരുന്നു, ഈ കൂടാരത്തിനകത്ത് വന്ന് ഇരിക്കത്തില്ലായിരുന്നു. ഒരാൾ നമ്മളെ നിർബന്ധിച്ചു കൊണ്ടുവന്നു എന്ന് വിചാരിച്ച് നമ്മൾ ഇവിടെ ഇരിക്കില്ല, എഴുന്നേറ്റ് പോകും. 10 മിനിറ്റൊക്കെ ഇരിക്കുമായിരിക്കും, അരമണിക്കൂറൊന്നും ഇരിക്കത്തില്ല, വേഗം പോകും, അടുത്ത ജോലിക്ക് പോകും. എന്തുകൊണ്ട്? ഈ ആവി പരവേശമുള്ള ഈ ഒരു അന്തരീക്ഷത്തിൽ ഇത്രയും നേരം ഇവിടെ ഇരിക്കുന്നു. യേശു നിങ്ങളുടെ ജീവിതത്തെ തൊടാൻ ആഗ്രഹിക്കുന്നു, സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് എഴുന്നേറ്റു നിൽക്കാം. എഴുന്നേറ്റു നിന്ന് ഇത് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഈ കുഷ്ഠരോഗിയുടെ സ്ഥാനത്ത് ഇന്ന് ഞാനാണ് വലിയൊരു പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ വന്ന് നിൽക്കുന്നത്. എല്ലാവരും കണ്ണുകളെ ഒന്ന് അടച്ച്
ഇത് പാടുകയും ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഭവമായി മാറുകയും ചെയ്യണം. ഈ സമയം തന്നെ എല്ലാവരും ഒന്ന് പ്രാർത്ഥനയോടെ നിന്നേ. ദൈവകരങ്ങൾ, നിങ്ങളൊരു മദ്യപാനിയായിരിക്കാം, രോഗിയായിരിക്കാം, പാപിയായിരിക്കാം, പക്ഷെ യേശു നിന്നെ തൊടാൻ ആഗ്രഹമുണ്ട്. ചിലർ പറയും ഞാനൊരു ചീഞ്ഞ മനുഷ്യനാ, ചീത്ത മനുഷ്യനാ. സാരമില്ല കുഞ്ഞെ, നിന്നെയാ ദൈവം ഇന്ന് തൊടാൻ ആഗ്രഹിക്കുന്നത്. ഒരാൾ എന്നോട് അങ്ങനെയാ പറഞ്ഞു, ഞാനൊരു ചീത്ത മനുഷ്യനാണ്, ഞാനൊരു ചീഞ്ഞ മനുഷ്യനാണ്, എൻ്റെ വീട്ടിൽ പോലും എനിക്ക് ഒരു സ്ഥാനവുമില്ല. സാരമില്ല, ദൈവം ഇന്ന് നിന്നെ തൊടുമ്പം നിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവായിരിക്കും അത്. അവന്റെ ശരീരത്തിൽ വന്ന് കയറിയത് വലിയൊരു സൗഖ്യമാണ്. വിശ്വസിച്ച് ഏതൊക്കെ പ്രാർത്ഥനകളാ മനസ്സിലുള്ളത്, ഏതൊക്കെ നിയോഗങ്ങളാ ഉള്ളത്. ചില നന്മകൾ നിന്റെ ജീവിതത്തിൽ കയറി കയറി വരുന്ന സമയമാണ്, കയറി കയറി വരുന്ന സമയം. അങ്ങനെയെങ്കിൽ കണ്ണുകളെ അടച്ച് 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഈ സമയം നമ്മളെല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് ആഗ്രഹിച്ച് ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ ദൈവകരങ്ങളിൽ കൊടുത്ത് എന്നോടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ആത്മാവിനെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഒന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ ശരീരത്തെയും എൻ്റെ ആത്മാവിനെയും എൻ്റെ ആഗ്രഹങ്ങളെയും എൻ്റെ നിയോഗങ്ങളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച്, കർത്താവേ, എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ആത്മാവിനെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. വലിയൊരു വിടുതലിന്റെ സമയമാണ്. ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ ആരംഭിക്കട്ടെ, ഇപ്പോൾ തന്നെ അടയാളങ്ങൾ സംഭവിക്കട്ടെ, ഇപ്പോൾ തന്നെ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. 2 കരങ്ങളും ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് വലിയൊരു വിടുതൽ ലഭിക്കട്ടെ, വലിയൊരു അഭിഷേകം നിങ്ങളിലേക്ക് പെയ്തിറങ്ങട്ടെ. യേശു നിങ്ങളെ കാണുന്നു, യേശു നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു, യേശു നിങ്ങളെ തൊടുന്നു. ഹല്ലേലൂയ. എല്ലാ ജീവിതങ്ങളിലേക്കും എല്ലാ കുടുംബങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ. നന്നായി ഒന്ന് കരങ്ങളെ അടിച്ച് ഈ പാടുന്ന സമയം തന്നെ ദൈവത്തിന്റെ ഒരു തൊടൽ അനുഭവിക്കാൻ കഴിയട്ടെ. ഈ പാടുന്ന സമയം തന്നെ വലിയൊരു സൗഖ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. ഈ പാടുന്ന സമയം തന്നെ വലിയ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോകട്ടെ, അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ. നാളുകളായി നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത വിഷയങ്ങളിൽ ദൈവീക ഇടപെടൽ ഇപ്പോൾ സംഭവിക്കും. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശു എന്നെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. എല്ലാവരും ഒന്ന് കരമടിച്ച്, യേശു എന്നെ തൊടുന്ന സമയം, എൻ്റെ രോഗത്തിന്റെ മേൽ ഒരു സൗഖ്യം വ്യാപരിക്കുന്ന സമയം. ഒരുപക്ഷെ ഇത് മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. നിന്റെ കുടുംബത്തിലേക്ക് ദൈവം കയറി വരുന്ന സമയം, നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുത വിടുതൽ സംഭവിക്കുന്ന സമയം. ഞാൻ ഒരുപാട് പ്രാവശ്യം ജീവിതത്തിൽ പരാജയപ്പെട്ടു. ഇതാ നീ വിജയിക്കാൻ പോകുന്ന സമയം ദൈവം ഒരുക്കുന്നു. നിന്റെ വിജയം ദൈവം ഒരുക്കുന്നു. നിന്റെ പ്രതിസന്ധികളെ ദൈവം മാറ്റാൻ ഒരുങ്ങുന്നു. കരങ്ങൾ അടിച്ച് ചേർന്ന് പാടാം. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. ഒന്ന് പാടിക്കുന്നവരോ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഞാൻ പാടിടും,
യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. എല്ലാവരും കരമടിച്ച് 4 വശങ്ങളിലായി നിൽക്കുന്നവർ കരങ്ങളെ അടിച്ച് ഈ പാട്ടിന്റെ അർത്ഥം അറിഞ്ഞ് ഇന്ന് മുമ്പേ കേട്ട വചനമൊന്ന് മനസ്സിൽ കൊണ്ടുവന്നേ. തകർന്നു നിൽക്കുന്ന ഒരു കുഷ്ഠരോഗി, ആരുമില്ലാത്ത ഒരാൾ, എല്ലാവരാലും അവഗണിക്കപ്പെട്ട ഒരാൾ, ശരീരത്തിൽ മാരകമായൊരു രോഗം, അതും ക്രിട്ടിക്കൽ സീരിയസ് കണ്ടീഷൻ. ആ സമയത്ത് യേശു ആ വ്യക്തിയെ കൈ നീട്ടി തൊട്ടു, കൈ നീട്ടി സ്പർശിച്ചു. ഈ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥനയോടെ വന്നിരിക്കുന്നവരെ യേശു കൈ നീട്ടി തൊടുന്ന സമയമാണിത്. യേശു കൈ നീട്ടി തൊടുന്ന സമയമാണിത്. ഇത് വിടുതലിന്റെ സമയമാണ്. ഇത് ദൈവം ഒരുക്കിയ ഒരു സമയമാണ്. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി, യേശുവിൻ രക്തം യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി, യേശുവിൻ രക്തം. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ. യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ. യേശുവിൻ നാമത്തിൽ, യേശുവേ പരിശുദ്ധാത്മാവേ നിറയണം, പരിശുദ്ധാത്മാവേ നിറയണം, പരിശുദ്ധാത്മാവേ നിറയണം, പരിശുദ്ധാത്മാവേ നിറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കരങ്ങൾ ആ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നീങ്ങിപ്പോ ഭാരങ്ങൾ, ഇതൊരു സാക്ഷ്യമായി പറയാൻ ഇടവരണം. ഞാൻ മാറിപ്പോ ശാപങ്ങൾ, പിന്നെയോ സൗഖ്യമായ രോഗങ്ങൾ. ആരുടെയും കഴിവുകൊണ്ടല്ല, യേശുവിൻ നാമത്തിൽ. അതുകൊണ്ട് ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും യേശുവിൻ നാമത്തിൽ. സർവശക്തനായവനെ. ആമേൻ, ആമേൻ. ഇരിക്കാം.